ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിക് വിഷൻ. അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരേജ് വ്ളോഗിൻ്റെ 3rd എപ്പിസോഡാണ് ഇന്നത്തെ വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ വീട്ടിലാണുള്ളത്. ഇപ്പം രാവിലെ എഴുന്നേച്ചിട്ടേ ഉള്ളൂ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമല്ല എൻ്റെ കല്യാണത്തിന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇത്രയും കാലം ഒരു ബാച്ചലർ ലൈഫായിട്ട് നടന്ന് ഞാൻ ഇനി അങ്ങോട്ടൊരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ പോകുന്നതെന്ന് ഓർക്കും ചെറിയ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും സാരമില്ല, ലൈഫല്ലേ. ഓക്കെ, അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 3rd ഡേയിൽ ഇന്ന് ഓൾറെഡി നമ്മുടെ പന്തലും പണികളും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസും പിന്നെ കൂടുതൽ അങ്ങോട്ട് അടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൂടുതൽ ആളുകൾ കാണുമ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാനൊന്ന് ചമ്മൽ വരും, എനിക്ക് ചെറിയൊരു ചമ്മലൊക്കെ വരും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വ്ളോഗ് എടുക്കാത്തത്. എന്തായാലും നമുക്ക് എന്താക്കാം, ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നമുക്ക് നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. രാവിലെ എഴുന്നേച്ചപ്പോൾ ഞാൻ ആദ്യം നോക്കിയെന്ന് വെച്ചാൽ എൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ എവിടെ പോയി എന്നാണ്. കാരണം ഈ ബൈക്കും ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ മാറ്റണം എന്നാണ് വാപ്പാൻ്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ ഓർഡർ പാലിച്ചില്ലെങ്കിൽ ആകെ സീനാവും. അതുകൊണ്ട് തന്നെ എന്താക്കാം, ഞാൻ മാറ്റാനുള്ള ഉറപ്പൊക്കെ കൊടുത്ത് സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പന്തൽ പണി നോക്കിക്കഴിഞ്ഞാൽ പന്തലിൻ്റെ വർക്ക് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു 70% കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു പഞ്ചാബി സ്റ്റൈലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ പുറകുവശത്തോട്ട് വന്നപ്പോൾ പുറകുവശത്തെ ഏരിയയാണ് ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ ഫുഡ് കുക്കിങ്ങും മറ്റ് ഫുഡിൻ്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. അങ്ങനെ നമ്മുടെ കുറേ നെയ്ബേഴ്സൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് കൊടുത്ത് അത് കഴിഞ്ഞ് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ ആസ്വദിച്ച് ഞാൻ നേരെ ഇങ്ങനെ പുറത്തിരിക്കും. ഉമ്മ വന്ന് ഒരു റഫ് നോട്ടൊക്കെ ഇട്ട് ഉമ്മ അങ്ങ് പോയി. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ഒരുപാട് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കല്യാണപ്പരിയുടെ വൈബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അങ്ങനെ നേരെ ഞാൻ പുറത്ത് പോയി എൻ്റെ കാർ അവിടെ ഉണ്ടോ എന്ന് നോക്കി. കാറ് മുഖ്യം. കാറ് സേഫാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് തന്നെ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്താക്കി, നേരെ അനിയന്മാരൊക്കെ കൂട്ടി ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഡ്രസ് കോഡ് സെറ്റ് ചെയ്യാമെന്ന് കുറേ ആയി പറയുന്നത്. അപ്പം നല്ല മഴയൊക്കെ ആസ്വദിച്ച് നേരെ അവരെയും കൂട്ടി അടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പം അങ്ങനെ ഷോപ്പിൽ പോയിട്ട് ഇവരെ 3 പേരെയും കോട്ട് ഇടിപ്പിക്കണം. എനിക്ക് 3 അനിയന്മാരാണുള്ളത്, 3 പേര്. അപ്പം 2 പേര് എൻ്റെ കൂടെ ഉണ്ട്. ഒരുത്തൻ ഓൾറെഡി കോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ അനിയനും അവൻ്റെ ഫ്രണ്ടും എൻ്റെ കസിനും ഉണ്ട് ഇപ്പോൾ കാറിലെന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ നേരെ തൊട്ടടുത്തുള്ള റെഡ് ടാഗിലോട്ട് പോയി. റെഡ് ടാഗ് പോയി നമ്മൾ അവന് വേണ്ടിയിട്ട് ഒരു സ്യൂട്ട് നോക്കി. അങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ട് അപ്പം ഒരുപാട് തപ്പിയതിന് ശേഷം അവന് പെർഫെക്റ്റ് ആയിട്ട് അവന് ഇഷ്ടപ്പെട്ടൊരു ബ്ലൂ സ്യൂട്ട് കിട്ടി. അങ്ങനെ സ്യൂട്ടങ്ങ് ഇട്ട് ചെക്കനാകെ പോസൊക്കെ നോക്കി. അവനും ഓക്കെ ആയി. സ്യൂട്ട് ഇടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു അവന് ഇഷ്ടപ്പെട്ട്. അങ്ങനെ നേരെ എന്താക്കി അവൻ്റെത് സെറ്റായി. അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സൊക്കെ കിട്ടിയതിന് ശേഷം നേരെ തിരിച്ച് വീട്ടിലോട്ട്. അങ്ങനെ വീട്ടിലെത്തി ഇപ്പോൾ ഒരു ചെറിയൊരു മൂവിയൊക്കെ കണ്ട് സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എന്തായാലും അടുത്തൊരു വീട്ടിൽ കാണാം. അതൊരിക്കും ബൈ ഗായ്സ്, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.